അർണേഷ് വിധിയുടെ നഗ്നമായ ലംഘനമാണ്. ഇത് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരമാണ്. ഇത് അർണേഷ് വിധി സുപ്രീം കോടതി വിധിയുടെ നഗ്നമായ ലംഘനമാണ്. നഗ്നമായതല്ലോ, നഗ്നമാക്കിയതല്ലേ. ഇപ്പോൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും 3 ആളുകളെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. 1 രാഹുൽ ഈശ്വർ, 2 രാഹുൽ മാങ്കൂട്ടത്തിൽ, 3 നമ്മുടെ ഇര അല്ലെങ്കിൽ അതിജീവിത, അങ്ങനെയല്ലേ പറയുന്നേ. ഈ 3 ആൾക്കാരെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ ആദ്യം പറയുകയാണ്, നമ്മളൊരു യാത്രയിലാണ്, ആയതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് മൈക്ക് എടുക്കാൻ മറന്നുപോയി. ശബ്ദത്തിൽ ചെറിയ ചില അപാകതകൾ ഉണ്ടാകും, അത് നിങ്ങൾ തീർച്ചയായിട്ടും ക്ഷമിക്കുക. നമ്മളെ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കോൺ എനേബിൾ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് കൊടുക്കുക, ലൈക്ക് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് പോകുന്നില്ല, വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ ന്യൂസ് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സാധനമാണ് രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തു എന്ന്. ചില സമയം തോന്നും ഈ പുള്ളിക്കാരന് മുടേഞ്ഞ ബുദ്ധിയാണ്, ചില സമയം തോന്നും ഇയാൾ ഇത്രയ്ക്ക് വലിയ മണ്ടനാണെന്ന്. അതായത് ഇപ്പോൾ കുറച്ച് നാളുകൾ കൊണ്ട് പുരുഷ കമ്മീഷൻ എന്ന പേരിൽ പല പ്രസ്ഥാനങ്ങളും പ്രക്രിയകളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനാണ് പുരുഷ സമൂഹത്തിൻ്റെ മൊത്തം അധിപതി എന്ന രീതിയിൽ കുറച്ച് ആൾക്കാർ ഇതാക്കുന്നുണ്ട്. ഇടയ്ക്കൊരു സമയത്ത് വട്ടിയൂർക്കാവ് വല്ല പുള്ളിക്കാരനൊക്കെ ആയിരുന്നു. നമുക്ക് ആദ്യം ഈ 3 വിഷയത്തിൽ നമുക്ക് ഈ അതിജീവിതയെക്കുറിച്ച് സംസാരിക്കാം. 2ാമത് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് സംസാരിക്കാം. 3ാമത് രാഹുൽ ഈശ്വറിനെ കുറിച്ച് സംസാരിക്കാം. നമ്മൾ ആദ്യം ഈ അതിജീവിതയിലേക്ക് വരികയാണെങ്കിൽ, പുള്ളിക്കാരി, ഞാൻ ഒരു കഥ പറയുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പുള്ളിക്കാരി കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴത്തേനും പുരുഷന്റെ വീട്ടിൽ അതിഭീകരമായ പീഡനങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും വേദനകളും എല്ലാം നേരിടേണ്ടി വരികയാണ്. അപ്പോൾ പുള്ളിക്കാരിയോട് പറഞ്ഞ കഥ വെച്ചിട്ട് 4 ദിവസം പോലും അവിടെ താമസിക്കാൻ പറ്റാത്ത ആള് പുള്ളിക്കാരി വീട്ടിൽ നിന്നും നേരിട്ട ഗാർഹിക പീഡനത്തെക്കുറിച്ച് അറിയിക്കാനായിട്ട് പുള്ളിക്കാരി അവിടുത്തെ MLA ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനോട് പോയി കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഒരു ഗാർഹിക പീഡനം സംഭവിക്കുമ്പോഴത്തേനും നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകണമെന്നാണ് പഠിച്ചിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് മൈൻഡ് അങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നത്. അതങ്ങനെയല്ല, നേരെ MLA, നമ്മൾ സ്ട്രെയിറ്റ് MLA, നേരെ മുഖ്യമന്ത്രി, ഈ നടുക്കുള്ള പോലീസ് ചീളുകളൊന്നും നമ്മളില്ല. സ്ട്രെയിറ്റുള്ള പരിപാടികളേ ഉള്ളൂ. നേരെ MLAയുടെ അടുത്തിട്ട് ചെല്ലുന്നു. MLAയുടെ അടുത്ത് പുള്ളിക്കാരി നേരിട്ട വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ദുരിതങ്ങളും എല്ലാം അങ്ങ് മനസ്സ് തുറക്കുകയാണ്. മനസ്സ് തുറന്നപ്പോഴത്തേനും ഈ MLA എന്ത് ചെയ്തു? അമ്പട കിട്ടിയ അവസരം നമുക്ക് പരമാവധി അങ്ങ് മുതലെടുക്കാം. പുള്ളിക്കാരിനെ സ്നേഹം നടിച്ചു, കബളിപ്പിച്ചു, വഞ്ചിച്ചു, അതിനുശേഷം വിളിച്ചു വരുത്തി പുള്ളിക്കാരിനെ ഗർഭിണിയാക്കി, ആ ഗർഭം അലസിപ്പിക്കുന്നു. ഇതാണ് പുള്ളിക്കാരിയുടെ വെർഷൻ. എൻ്റെ ചോദ്യം നമ്പർ 1, കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിൽ അതിഭീകരമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന പെൺകുട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോകാതെ നേരെ MLAയുടെ അടുത്തേക്ക് പോയി. 2, MLAയുടെ അടുത്തിട്ട് പോയിട്ട് കല്യാണം കഴിഞ്ഞ പെൺകുട്ടി MLAയുടെ അടുത്ത് പോയിട്ട് MLA ഈ പെൺകുട്ടിയെ സ്നേഹം നടിച്ച് വഞ്ചിക്കാൻ ശ്രമിച്ചപ്പോൾ ആ സ്നേഹത്തിൽ വീണുപോയി. ഇത് 2ാമത്തെ കാര്യം. 3ാമത്തെ കാര്യം, ഈ MLAയുമായിട്ട് പല തവണ ഈ പെൺകുട്ടി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാം, നമുക്ക് അനുമാനിക്കാം. കാരണം ആദ്യത്തെ തവണ തന്നെ ഞാൻ നിന്നെ ഗർഭിണിയാക്കണം, ഐ വാണ്ട് ടു മേക്ക് യു പ്രഗ്നന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ സമ്മതിക്കത്തില്ല, അപ്പോൾ പിൽസ് മുഖ്യെന്നൊക്കെ പറയുന്നുണ്ട്. സോ കല്യാണം കഴിഞ്ഞ് ഭർത്താവുള്ളൊരു പെൺകുട്ടി ഭർത്താവുമായിട്ട് ബന്ധം വേർപിരിയാതെ MLAയുടെ അടുത്തിട്ട് പോയിട്ട് MLA ഈ വിഷയത്തിനകത്ത് യാതൊരു തരത്തിലുള്ള ഹെൽപ്പും ചെയ്യാതെ, അതായത് എനിക്ക് ഗാർഹിക പീഡനമെന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ MLA ബാമത്തെ ഞാൻ സ്നേഹിക്കാം, ഞാൻ കെട്ടിപ്പിടിക്കാം എന്ന് പറഞ്ഞുടനെ പുള്ളിക്കാരി സമ്മതിച്ചു. പുള്ളിക്കാരി പതിവ്രതയായിട്ടുള്ള പെൺകുട്ടി. ഓക്കെ, പതിവ്രതയായ പെൺകുട്ടി നമ്പർ 1. ഇതിനെ പല ആൾക്കാരും ന്യായീകരിച്ച് പറയുന്നത് കേട്ടു, അത് ഈ MLA ആ അവസരം ഉപയോഗിച്ചല്ലേ, മുതലെടുത്തല്ലേ, MLA അങ്ങനെ ചെയ്യാൻ പാടില്ല. MLA ചക്കരക്കുടത്തിൽ കൈയിട്ടു, MLA നക്കി. അതൊരിക്കലും ശരിയാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ പെൺകുട്ടിയെ പുണ്യാളായിട്ട് നിങ്ങൾ പറഞ്ഞു വെക്കരുതേ. ഞാൻ കണ്ട മെജോറിറ്റി വീഡിയോസിലും ഈ പെൺകുട്ടി ഇത്രയും പരിശുദ്ധമായ ഒരു പെൺകുട്ടി ഇല്ല എന്നുള്ള രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. ഭർത്താവ് ഇരിക്കുക മറ്റൊരുത്തിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ നിയമപരമായി അത് ഡിവോഴ്സ് ചെയ്തിട്ട് ഇമാതിരി പരിപാടികൾക്ക് ഉത്സവത്തിൽ ഏർപ്പെടണമായിരുന്നു. എന്നിട്ട് ഇത്രയും നാൾ ഒളിപ്പിച്ചു വെച്ചിട്ട് ഇലക്ഷൻ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടെ ഒരു സ്വർണ്ണ കടത്തിന്റെ സമയത്ത് വന്നിട്ടല്ല ഇത് പുറത്തേക്ക് എക്സ്പോസ് ചെയ്യേണ്ട സാധനം. പിന്നെ 2ാമത് നമ്മളിനി സിറ്റിംഗ് MLAയിലേക്ക് വരാം. MLAയിലേക്ക് വരുമ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്തിട്ട് ഒരു പെൺകുട്ടി ഇത്തരത്തിലൊരു സാധനമായിട്ട് വരുന്നു. പുള്ളിക്കാരൻ കൊക്കരക്കോ സ്വഭാവം കാണിക്കുന്നു. പുള്ളിക്കാരൻ അമ്പട കിട്ടിയ അവസരം കയറി മുതലെടുത്തേക്കാന്ന് വിചാരിക്കുന്നു. ഈ MLA
കൊല്ലം MLA ആയിട്ടുള്ള മുകേഷ് ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ വന്ന സമയത്ത് എന്തൊക്കെ മോശമായിട്ടുള്ള രീതിയിലാണ് മുകേഷ് MLA ആ ഒരു സ്ഥാനത്തിരിക്കുന്ന ആളെ കുറിച്ച് പറഞ്ഞത്. എന്നിട്ട് എൻ്റെ കണ്ണിൽ ഒലക്കമടൽ കിടക്കുമ്പോഴത്തേനും എടാ നിന്റെ കണ്ണിൻ്റെ സൈഡിൽ കൂടെ ഒരു പൊടി പോയി കേട്ടോ എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ ഈ സിറ്റിംഗ് MLA ചെയ്തത്. ഈ MLA കാര്യം നോക്കുകയാണെങ്കിൽ MLA ഇത് MLAയുടെ ഒരു MLAക്ക് ഒരു മോശം സ്വഭാവം ഉണ്ട്. നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മ്ലേച്ഛനാണെന്നാണ് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. ഇത് ഒരു തവണയല്ല രാഹുലിനെ കുറിച്ച് ഇത്തരത്തിലുള്ളൊരു സ്ത്രീപക്ഷ അധിക്ഷേപം വരുന്നത്. അത് ഒരു സ്ത്രീയല്ല വരുന്നത്, നിരവധി സ്ത്രീകൾ പല തവണയായിട്ട് വരുന്നുണ്ട്. പുള്ളിക്കാരൻ ഒരിടത്തും ഞാനിത് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഞാനാണിത് ചെയ്തത് രണ്ടും പറയുന്നില്ല. ഞാൻ നിയമം ചോദിക്കട്ടെ, നിയമം ചോദിക്കുമ്പോൾ പറയാം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയത്തെ കുറിച്ചിട്ട് സംസാരിക്കുന്നില്ല. അപ്പോൾ രാഹുലിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുണ്ടെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു. അവിവാഹിതനായ രാഹുൽ അവിവാഹിതയായ പെൺകുട്ടികളോട് അയാളുടെ അടുത്തൊരു പ്രശ്നം പറയാൻ വരുമ്പോഴത്തേനും പ്രശ്നം തീർത്താലില്ലെങ്കിലും ചായം ചാതാ ഈ തോള് ഞാൻ വെച്ച് തരും എന്നാണ് പറയുന്നത്. ഇത് പെൺകുട്ടികൾക്ക് മാത്രമുള്ള ഈ ഓഫർ അതോ ആൺകുട്ടികൾക്കും കൊടുക്കുന്നുണ്ടോന്ന് നമുക്കറിയത്തില്ല. അത് രാഹുലിന്റെ ഭാഗത്തു നിന്ന് തെറ്റാണ്. പുള്ളിക്കാരൻ ഏതോ ചുമന്ന വണ്ടി കയറി, ഏതോ സിനിമാ താരത്തിന്റെ ചുമന്ന വണ്ടി കയറി മുങ്ങി നിറയുന്നുണ്ട്. ഇതൊരു ചുമന്ന വണ്ടിയാണ്, ഏതോ സിനിമാ താരത്തിന്റെ വണ്ടിയിൽ. അപ്പോൾ MLA നൈസാണ്. ഈ MLA ആണ് മറ്റ് MLA മുകേഷ് MLA കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മളും പറഞ്ഞല്ലോ സ്വന്തം കണ്ണി സുനാപ്പി കിടക്കുമ്പോൾ. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ പലയിടത്തായിട്ട് ഈ എതിർ പാർട്ടിയിലുള്ള ആളുകൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫ്ലെക്സിൻ്റെ അവിടെ ഒരു കോഴിയുടെ പടം ഇട്ടിട്ട് കൊണ്ടുവെക്കുന്നുണ്ട്. ഇത് ഇവൻ കോഴിയാണ്, ഇവൻ മറ്റവനാണ്. മറ്റേ ആദ്യത്തെ പീഡന കേസ് വന്നപ്പോഴത്തേനും കടയുടെ മുമ്പിലൊക്കെ ഈ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്ന സ്ത്രീകളുടെ പ്രതിമയെ പോയി കെട്ടിപ്പിടിക്കുന്നു. എൻ്റെ പൊന്നളിയ, അതേ കണ്ണിലെ ഒലക്കമടലിൻ്റെ കഥയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. നിങ്ങളുടെ മുകേഷ് MLA എന്താണ് കാണിച്ചതെന്നുള്ള സാമാന്യ ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. പുള്ളിക്കാരൻ്റെ പേരിലും ഇതേ തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു. രാജിവെച്ചിട്ടില്ലല്ലോ. അപ്പം ഇയാൾ രാജിവെക്കണമെന്ന് പറയാൻ നിനക്കൊന്നും യാതൊരു റൈറ്റ്സും ഇല്ല. ശരിക്കും ഇതുങ്ങൾ എല്ലാത്തിനും പറഞ്ഞു വിടണമെന്നാണ് എൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള സാധനം. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ആ ഫ്രണ്ട് ഇപ്പോൾ മറ്റേ പഞ്ചായത്ത് ഇലക്ഷൻ മത്സരിക്കുകയാണ്. ഇവൻ ഒരു പെൺകുട്ടിയുടെ അടുത്ത് മോശമായിട്ട് പെരുമാറി ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇവൻ ഇങ്ങനെ പറയുമ്പോഴും പറയുന്നത് എൻ്റെ രാഷ്ട്രീയ ഭാവി, എൻ്റെ പ്രതിച്ഛായ എന്നാണ് ഇവൻ പറയുന്നത്. സോ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുമുണ്ട്, അങ്ങനെ ചിന്തിക്കണം. ഇവന്റെ പാർട്ടിയിലുള്ളവനും തെറ്റ് ഈ ഒരു സ്വഭാവം ഉണ്ട്, അവന്റെ പാർട്ടിയിലുള്ളവനും ഈ ഒരു സ്വഭാവം കാണിച്ചിട്ടുണ്ട്. പക്ഷെ അവൻ രാജിവെക്കണം. ഇത് കുഴപ്പമില്ല, ഇത് കുഴപ്പമില്ല. ഹേമ കമ്മിറ്റിക്കകത്ത് കൊല്ലം MLAയുടെ പേര് എത്ര തവണയാണ് കേട്ടത്? അത് തെളിഞ്ഞോ ഇല്ലെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. അത് കേസൊക്കെ പഠിച്ച് നക്കി തൂത്തുമാച്ച് കളഞ്ഞ്. ഇനി നമുക്ക് രാഹുൽ ഈശ്വറിലേക്ക് വരാം. രാഹുൽ ഈശ്വറിലേക്ക് വരുമ്പോഴത്തേനും ഈ പുള്ളിക്കാരൻ പൊട്ടനാണോ അതോ പൊട്ടനായിട്ട് അഭിനയിക്കുന്നതാണോ അതോ ബുദ്ധി കൂടി പൊട്ടനായി പോയതാണോ എന്ന് എനിക്കറിയത്തില്ല. പുള്ളിക്കാരൻ പുരുഷന്മാർക്ക് വേണ്ടി ഘോരം സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് ഇപ്പം നമ്മൾ കണ്ടുവരുന്നത്. പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരിക്കലും ഒരു തെറ്റല്ല. പക്ഷേ നമ്മൾ സംസാരിക്കുന്ന വിഷയം ജെനുവിൻ ആണോ നോക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ക്രെഡിബിലിറ്റി നശിക്കും. ഒരു പെൺകുട്ടിയെ ഇങ്ങനെ പീഡിപ്പിച്ച സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ നിർബന്ധിച്ച് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടതിന് ശേഷം ഗർഭിണിയാക്കിയിട്ട് ആ ഗർഭം അലസിപ്പിച്ച സമയത്ത് രണ്ടുപേരും സ്വന്തം ഇഷ്ടപ്രകാരം ഇങ്ങനത്തെ ഒരു സാധനം ചെയ്ത് അപ്പോൾ അങ്ങനെ നമുക്ക് പീഡിപ്പിച്ചു എന്ന് പറയാൻ പറ്റില്ല എന്ന് രാഹുൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അംഗീകരിക്കും. അതിന് പകരം രാഹുൽ പുണ്യാളൻ, രാഹുലിന്റെ തലയ്ക്ക് ചുറ്റി ഇങ്ങനെ വളയമുണ്ട്. ഈ പെൺകുട്ടി ഭർത്താവിനുണ്ടെന്നുള്ളത് ഒളിപ്പിച്ച് വെച്ചിട്ട് ഈ പുള്ളിക്കാരനുമായിട്ട് ബന്ധത്തിലേർപ്പെട്ട് അങ്ങനൊന്നും ഇരുന്ന് ന്യായീകരിക്കരുത്. പൊന്ന് രാഹുലെ, നിങ്ങൾ നീതിപരമായ കാര്യത്തിൽ നീതിപരമായിട്ട് നിൽക്കും. അല്ലാതെ പുരുഷന്മാർ എന്ത് തോന്നിയാസം കാണിച്ചാലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു തരത്തിലേക്ക് പോയില്ല. ഇനി രാഹുലിനെ അറസ്റ്റ് ചെയ്തു. രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള കാര്യം, നമ്മുടെ നാട്ടിൽ ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിലൊരു സാധനം പബ്ലിഷ് ചെയ്യാനോ പറ്റില്ല. പക്ഷേ രാഹുൽ എന്ത് ചെയ്തു? ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ സന്ദീപ് വാര്യറേയും കൂടെ അതിനകത്ത് പിടിച്ചപ്പെടുത്തി. സന്ദീപ് വാര്യർ വന്നിട്ട് ഞാൻ ആ കല്യാണത്തിൽ ഞാൻ ഉണ്ടായിരുന്നു, പക്ഷെ അത് മാസങ്ങൾക്ക് മുമ്പേ എന്ന് പറഞ്ഞിട്ട് ഈ അതിജീവിതയെ ആരാണ് മനസ്സിലാകുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ 2 നടത്തി. എന്നിട്ട് രാഹുൽ അറസ്റ്റിലായപ്പോൾ ഈ പൊട്ടം കാണിച്ച് ഞാൻ കാണിച്ചു തരാം. എന്നെ തൈക്കാടോട്ട് കൊണ്ടുപോവാണ്. സാറേ, എങ്ങോട്ടാ കൊണ്ടുപോകണേ സാർ? അങ്ങനല്ല, ഞങ്ങൾ വിളിച്ച് പറയണോ? അഡ്വക്കേറ്റ് വിളിക്കണോ? അങ്ങനെ എന്താ അറിയാമോ, എനിക്ക് തിരിച്ച് 7 മണിക്ക് ചർച്ചയുണ്ട്. തിരിച്ചതിന് മുമ്പിൽ എത്താൻ പറ്റൂ? എന്റെ വണ്ടി വരാമോ? ഇതിവിടെ ഭയങ്കരമായിട്ട് ഗ്ലെയറൊക്കെ അടിക്കുന്നത്. ഞാൻ അങ്ങോട്ട് പറയാം. ഈ അണ്ണ എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ലാപ്ടോപ്പ് തപ്പിയാണ് അവർ വന്നത്. ലാപ്ടോപ്പ് ഞാൻ എന്താ ഇവിടെ ഒളിപ്പിച്ച് വെക്കുക കേട്ടോ, അവരറിയണ്ട എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ തന്നെ ലാപ്ടോപ്പ് എടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ട് അത് വീഡിയോ എടുത്തിട്ട് ഭാര്യയുടെ ഏൽപ്പിച്ചിട്ട് പുള്ളിക്കാരൻ തിരിച്ചു വരാത്തപ്പോൾ ഈ സാധനം അപ്ലോഡ് ചെയ്യുന്നു. സൈബർ പോലീസ് വന്നിട്ട് ഈ ലാപ്ടോപ്പ് എവിടെ നിന്ന് ചോദിച്ചപ്പോൾ പുള്ളി അത് ടെക്നോ പാർക്കിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ വീഡിയോയിൽ പബ്ലിഷ് ആയി, പുള്ളിക്കാരൻ എടുത്ത് ഒളിപ്പിച്ച് വെക്കുന്നത്. എന്നിട്ട് പുള്ളിക്കാരനെ തെളിവെടുപ്പാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നു, എന്നെ ലാപ്ടോപ്പ് റിക്കവർ ചെയ്യാൻ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്, ലാപ്ടോപ്പ് റിക്കവർ ചെയ്യാൻ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഭാര്യയോട് പറയാണ്, എടി മോളെ എന്നെ ലാപ്ടോപ്പ് എടുക്കാൻ വീട്ടിലേക്ക് വരുത്തുന്നുണ്ട്, ആ ലാപ്ടോപ്പ് എടുത്ത് കഴിഞ്ഞാൽ പണി വേണം, ലാപ്ടോപ്പ് എടുത്ത് മറച്ചു വെച്ചേക്കാൻ. ഈ രാഹുല് അതായത് ശരിയായിട്ടുള്ള വിഷയത്തിൽ സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് നമുക്കൊരു റെസ്പെക്റ്റ് ഉണ്ടാവും. എന്ത് തോന്നിവാസം കാണിച്ചു ഈ സവാദിന്റെ വിഷയത്തിലൊക്കെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ശരിക്കും ഒരു പുരുഷൻ അഴിമതി നേരിട്ടു, ഈ പുരുഷന് വേണ്ടി ഞാൻ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞ സാധനത്തിൽ എന്താ നിങ്ങൾ സംസാരിച്ചിട്ടുള്ളത്? ഈ പുരുഷ കമ്മീഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ കണ്ടുവരുന്ന സോക്കോൾ ഫെമിനിച്ചികളെ പോലെ സോക്കോൾ ഫെമിനിച്ചി ഫീമെയിൽ മെയിലിച്ചന്മാരായി മാറരുതെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മറ്റേ ബോച്ച ആ സ്റ്റേറ്റ്മെന്റ് ആണോ നിങ്ങൾ സപ്പോർട്ട് ചെയ്തത് ശരിയായിട്ടുള്ള സാധനം? രാഹുൽ ഈശ്വറിന്റെ ഈ കേസാണോ നിങ്ങൾ സപ്പോർട്ട് ചെയ്തത് ശരിയായിട്ടുള്ള കാര്യം? ഇത് രണ്ടുമല്ല. മറ്റേ സവാദ് ബസ്സിനകത്തിരുന്ന് ഡിങ്ക് കാണിച്ച ലവന്റെ ആണ് നിങ്ങൾ ചെയ്ത ശരിയായ വിഷയം. രാഹുൽ ഏതായാലും എല്ലാ തവണയും ലൂപ്പ് ഹോൾ വെച്ച് കളിക്കുന്ന രാഹുൽ ഈ തവണ മൊത്തം അബദ്ധം പറ്റി. ഈ തവണ അതായത് എനിക്ക് മോഹൻലാലിനെ നിങ്ങൾ മോഹൻലാലാണെന്ന് എനിക്ക് അറിയിക്കണം. അതിന് പകരം ഞാൻ ഒരാളെ കുറിച്ച് പറയാട്ടോ, ആളൊരു സിനിമാ താരമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ ഒന്ന് മനസ്സിലാകത്തില്ലേ? അതേപോലെ സാധനമാണ് രാഹുൽ ചെയ്തത്. അതാണെന്ന് ആൾക്കാർക്ക് മനസ്സിലാകുന്നവർ സംസാരിച്ചു. പക്ഷെ അതിന് നമ്മുടെ നിയമത്തിന്റെ സാധ്യതകളിൽ പുള്ളിക്കാരനെതിരെ ഇതാക്കുള്ള വകുപ്പുണ്ടോന്ന് അറിയത്തില്ല. പക്ഷെ ഇതാണ് ഇര എന്ന് മനസ്സിലാക്കുന്ന തരത്തിൽ പുള്ളിക്കാരനെ സംസാരിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇത് രണ്ട് രാഹുലുമാരും ഒരു അതിജീവിതയും കൂടെ പ്രശ്നമായിട്ടിരിക്കുകയാണ്. എനിക്ക് അതിജീവിത ആരാന്നറിയില്ല, എനിക്കത് അറിയുകയേ വേണ്ട, എനിക്കകത്ത് കിടക്കാൻ വയ്യ. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റുകളെ രേഖപ്പെടുത്തും. മറ്റൊരു ആയിട്ട് വീണ്ടും കാണാം. ബൈ.